ഗുരുവിനെ മതവാദിയായ ആരും കണക്കാക്കില്ല. ഗുരു വിശ്വമാനവികതയുടെ പ്രതീകമാണ്. മരുത്വാമലയിലെയും അരുവിപ്പുറത്തെയും തപസ്സിന് ശേഷം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയാണ് നടത്തിയത്. പിന്നീട് 42 ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ പ്രതീകമായ ദേവന്മാരുടെയും ദേവിമാരുടെയും വിനായകൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശിവഭഗവാന്റെയും ഒക്കെ പ്രതിഷ്ഠകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇവിടെ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയെ പൂർണ്ണമായും എതിർത്ത് ആ ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്കെതിരായുള്ള പോരാട്ടം നടത്തി ഭാരതത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ഒരേപോലെ ശുദ്ധീകരിക്കാനുള്ള ഇടപെടലാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഗുരുദേവൻ നടത്തിയിട്ടുള്ളത്. അദ്വൈത സിദ്ധാന്തത്തെ അത് മാനുഷിക മൂല്യത്തോടു കൂടിയാക്കി മാറ്റാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ ശ്രീ MA ബേബി പറയുണ്ടായി, അദ്ദേഹം സനാതനധർമ്മം വേണ്ട വേണ്ട എന്ന് പറയുന്നു. അവിടെ മറ്റുള്ള സെമിറ്റിക് മതങ്ങളാകാമോ? എന്തുകൊണ്ട് ഇപ്പോൾ ശ്രീ M ലിജു ആരോടാ യോജിച്ചേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ശ്രീ M ലിജു യോജിക്കുക. അവർ രണ്ടുപേരുടെയും നിലപാടെന്താ? ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സനാതനധർമ്മം ഇവിടെ ആവശ്യമില്ല. അതിന് ചില പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സത്യാന്വേഷണമാണ്. ആ ഒരു മാനവികതയാണ് എന്റെ ലക്ഷ്യം. ആ മാനവികതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗുരുദേവൻ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഇടപെടൽ. പ്രതീകമാണ് ഗുരുദേവൻ. അതുകൊണ്ടാണ് എല്ലാവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് എഴുതി വെച്ചത്. അവിടെ 42 പ്രതിഷ്ഠകൾ നടത്തി. എന്താ ഇവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചപ്പോൾ ആലുവ ആശ്രമത്തിന് അദ്ദേഹം ഇട്ട പേരെന്താ? ആലുവ അദ്വൈതാശ്രമം. ശിവഗിരിയിൽ സ്ഥാപിച്ച വിദ്യാലയത്തിന് കൊടുത്ത ബ്രഹ്മവിദ്യാലയം. ഇതൊക്കെ സനാതനധർമ്മത്തിന്റെ പ്രതീക. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിന്റെ അധാർമികമായ എല്ലാത്തിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് ഭാരതം സംഭാവന ചെയ്തിട്ടുള്ള സനാതനധർമ്മത്തിന്റെ യഥാർത്ഥമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനവരാശിയെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് വിശ്വമാനവികതയുടെ പ്രതീകമായി ഗുരുദേവൻ നിലനിൽക്കുന്നത്. അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കി. ഇവിടെ ഏതെങ്കിലും അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിഫലനമായിട്ടാണോ ഭാരതത്തിൻ്റെ ജാതി വ്യവസ്ഥയ്ക്കും മത വ്യവസ്ഥയ്ക്കും എതിരായുള്ള പോരാട്ടം ഗുരുദേവൻ നടത്തിയിട്ടുള്ളത്? അത് ആധ്യാത്മികതയും ഭൗതികതയും ആ രണ്ടിടത്തും ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ അനാചാരങ്ങളെയും എല്ലാ അന്ധവിശ്വാസങ്ങളെയുമാണ് ഗുരുദേവനില്ല. അന്ധവിശ്വാസങ്ങൾക്കെതിരെ സമീപനം സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്താണ് ഷിലിജു പറഞ്ഞോളൂ. ഒന്ന്, ഞാൻ ശ്രീ BB ഗോപകുമാർ പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചപ്പോൾ തന്നെ ഞാൻ ശ്രീ പിണറായി വിജയൻ പറഞ്ഞതിനോട് യോജിച്ചു എന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് ശ്രമിച്ചത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധർമ്മം വർണ്ണാശ്രമ ധർമ്മമാണ് എന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പരിപൂർണമായി എതിരാണ്. രണ്ടാമത്തെ കാര്യം, സനാതനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മളതിന് ഇംഗ്ലീഷിൽ എക്സ്റ്റേണൽ എന്ന് പറയും. എന്നും നിലനിൽക്കുന്നതാണ് സനാതനം. അങ്ങനെയല്ലേ അഭിലാഷേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുരു ആ ധർമ്മത്തെ തിരുത്തി എന്ന് പറഞ്ഞാൽ അത് എന്നും നിലനിൽക്കുന്ന ധർമ്മമാണോ? നമ്മൾ അതിനെയാണ് പറഞ്ഞത്. അല്ലാതെ ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ദൈവസങ്കല്പത്തെയോ അല്ല എതിർക്കുന്നതായി പറഞ്ഞത്. ഗുരുദേവൻ തന്നെ ഹൈന്ദവ ദൈവബിംബങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളും എല്ലാം ക്ഷേത്രവിശ്വാസികളായ ആളുകളാണ്. പക്ഷേ ആ ധർമ്മം തിരുത്തലിന് വിധേയമാണ്. ആ തിരുത്തലിന് വിധേയമാണെന്ന കാര്യമാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് നിലവിൽ ധർമ്മം എന്ന പേരിൽ നിലനിന്നത് ജാതി ധർമ്മമായിരുന്നു. ആ വർണ്ണാശ്രമ ധർമ്മത്തെ ഗുരു തിരുത്തി എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതല്ലോ, തിരുത്തപ്പെടേണ്ടതല്ലേ. പിന്നെ അതിനെ സനാതനം എന്ന് പറയാൻ പറ്റുമോ? സനാതനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എറ്റേണൽ ആണ് എന്നുണ്ടെങ്കിൽ ഗുരുവിനെ തിരുത്താൻ സാധിക്കുമോ? ഗുരു തിരുത്തി, ആ ധർമ്മത്തെ തിരുത്തി എന്നുള്ളതാണ് പോയിന്റ്. അതുകൊണ്ടാണ് സനാതനമല്ല എന്ന് പറഞ്ഞത്. ആയിരക്കണക്കിന് വർഷങ്ങളിൽ ഈ രാജ്യത്തെ മനുഷ്യരെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തിയെങ്കിൽ ഗുരു ആ ധർമ്മത്തെ തിരുത്തി. ഗുരുധർമ്മം എന്നത് അതാണ്, മാനവിക ധർമ്മമാണ്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് വെറുതെ മുഖ്യമന്ത്രി പറഞ്ഞതിനോട് യോജിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ലത്. സംസാരിക്കുന്നെങ്കിൽ ആശയപരമായി സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഗുണകരം. വളരെ പോസിറ്റീവായ ഒരു ചർച്ചയായി തന്നെ എടുത്താലും മതി.